കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ സുരേഷ് ഗോപിയും ബ്രിട്ടാസും തമ്മിൽ വാക്പോരാട്ടം നടത്തി. അപ്പം ബ്രിട്ടാസ് പറയുന്നു അവിടെ ഇരിക്കുന്നു മുന്നാന്ന്. ശരിക്കും ആരാ മുന്ന? സുരേഷ് ഗോപിയെ നോക്കിയാ പറഞ്ഞല്ലേ? അതെ, മുന്നാന്ന്. മുന്ന ഒരു ഹിന്ദു പേരാണ്. ഹിന്ദു പേരാണ്, ഒരു ഹിന്ദുവാണ്. ഇപ്പൊ മുന്ന എന്നുള്ള പേര് ബ്രിട്ടാസ് പറയാൻ കാരണം എമ്പുരാൻ സിനിമയാണ്. അതെ, എമ്പുരാൻ സിനിമയിലെ സിനിമ കണ്ടവർക്കറിയാം, കാണാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. കുറേ മുസ്ലിമുകൾ ഓടി വന്ന് ഒരു രാജകൊട്ടാരത്തിന് തുല്യമായ ഹിന്ദു ഭവനത്തിൽ അഭയം പ്രാപിക്കുന്നു. അവരവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് അവിടുത്തെ മൗസി യജമാനത്തി പറയുന്നു. നിങ്ങൾ സുരക്ഷിതരായി ഇവിടെ ഇരിക്കൂ. എന്നിട്ട് അതിൻ്റെ കോട്ടവാതിലടച്ച് അവരെ അവിടെ ഇരുത്തുന്നു. പക്ഷേ മൗസിയുടെ സഹായിയായ, യജമാനത്തിയുടെ സഹായിയായ ഒരു ചെറുപ്പക്കാരൻ, അയാളാണ് മുന്ന. അയാൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഒറ്റിക്കൊടുക്കുന്നു. അക്രമികൾ വന്നിട്ട് ഇവരെ കൊല്ലുന്നു. യജമാനത്തിയെ, മൗസിയെ കൊല്ലുന്നു. പിന്നെ മൗസിയുടെ സിംഹാസനത്തിൽ കയറിയിട്ട് മുന്നയ്ക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇരിക്കുന്നു. ഈ ഒരു കഥാപാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ മുന്ന ചതിയനാണ്. ചതിയൻ ആരാണ്? ഹിന്ദുവാണ് ചതിയൻ. ഹിന്ദു ചതിയനാണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഒറ്റുകാരനാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എമ്പുരാനിലെ മുന്ന. ആ ക്യാരക്ടറെ നോക്കിയിട്ടാണ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ച് ബ്രിട്ടാസ് അപഹാസ്യനായത്. അപ്പോൾ ആ മുന്ന സിനിമയിൽ മാത്രമല്ല, ചരിത്രത്തിൽ മുന്നമാരുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിലെ മുന്നമാരെ ജോൺ ബ്രിട്ടാസിന് അറിയില്ല. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ചത്. സംഘപരിവാറിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ BJP-ക്കാർ മുന്നകളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. BJP-ക്കാർ അല്ലെങ്കിൽ സംഘപരിവാറുകാർ അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ മുന്നകളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു നറേറ്റീവ് ബിൽഡിങ് ആരംഭിക്കുകയാണ് എമ്പുരാൻ സിനിമ വെച്ചിട്ട്. അപ്പോൾ ഈ സിനിമ എത്ര വിദഗ്ധമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ കാലുഷ്യം, ആളുകൾ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് മുന്ന എന്ന പേരെടുത്തിട്ട് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ പാർലമെന്റിൽ ഹിന്ദു MP-മാർ, സുരേഷ് ഗോപി ഒരു ഹിന്ദു MP കൂടിയാണല്ലോ, BJP-യുടെ MP ആണ്. BJP-യിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകൾ MP-മാരുണ്ട്. ഇപ്പൊ ജോർജ് കുര്യൻ MP ആണ്, ഹിന്ദു അല്ല. പക്ഷേ BJP-ക്കാരെ, ഹിന്ദുക്കളെ, സംഘപരിവാറുകാരെ ഒക്കെ വിളിക്കാം മുന്ന എന്നുള്ള നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുള്ള ടൂൾ കൊടുത്തത്, ആയുധം കൊടുത്തത് എമ്പുരാൻ സിനിമയാണ്. എമ്പുരാൻ സിനിമ ചെയ്തിട്ടുള്ള അപകടങ്ങളിൽ ഒന്നാണ് ഈ മുന്ന എന്നുള്ള നാറേറ്റീവ്. ഏതായാലും ആരാണ് മുന്ന? ചരിത്രത്തിൽ നമ്മുടെ മുന്നിൽ സിനിമയിൽ കണ്ട മുന്നയെ മാത്രമേ ജോൺ ബ്രിട്ടാസിന് അറിയാവുള്ളൂ. പക്ഷേ നമ്മുടെ ചുറ്റും, നമ്മുടെ ചരിത്രത്തിൽ മുന്നമാരുണ്ട്. ഈ മുന്നമാരാരാണെന്ന് പറയുന്ന അതിശക്തമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ വായിച്ചു. അത് പ്രേം ശൈലേഷ് എഴുതിയതാണ്. പ്രേം ശൈലേഷിൻ്റെ പോസ്റ്റുകളൊക്കെ അതിഗംഭീരമായ നല്ല സ്റ്റഡി നടത്തിയിട്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്ന ആളാണ് തിരുവനന്തപുരത്തുള്ള പ്രേം ശൈലേഷ്. പ്രേം ഇടയ്ക്ക് നമ്മുടെ ചാനലിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രേം ശൈലേഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ, നമ്മുടെ പ്രേക്ഷകർ അറിയണം എന്നതുകൊണ്ട് ഒരുപാട് വേറെ സംസാരിക്കാതെ ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. പ്രേം ശൈലേഷ് പറയുന്നു, സുരേഷ് ഗോപിയെ അടക്കം അങ്ങനെയൊരു പേര് വിളിച്ചത് അങ്ങനെയൊരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാനാണ്. സത്യത്തിൽ ആരാണ് യഥാർത്ഥ മുന്ന? 4 ഉദാഹരണങ്ങളിലൂടെ ഞാൻ വ്യക്തമാക്കി തരാം. അങ്ങനെ 4 ഉദാഹരണങ്ങൾ, ചരിത്രത്തിലെ 4 മുന്നമാരെ പ്രേം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുകയാണ്. ഒന്നാമത്തെ കഥ പറയാം. BK ഗഞ്ചു ഒരു കാശ്മീരി എഞ്ചിനീയർ ആയിരുന്നു. 1990 മാർച്ചിൽ കാശ്മീരിലെ ഛോട്ടാ ബസാറിലെ ഹിന്ദു കൂട്ടക്കൊലയിൽ മരണപ്പെട്ട സാധു ഹിന്ദു. കാശ്മീരിലെ പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്തല്ലോ, അതിൽ കൊല്ലപ്പെട്ട ഒരു പാവപ്പെട്ട ഹിന്ദുവായ എഞ്ചിനീയർ ആയിരുന്നു BK ഗഞ്ചു. വർഗീയവാദികൾ തക്ബീർ മുഴക്കി ഓടിയെത്തിയപ്പോൾ സ്വന്തം ഭവനത്തിലെ അരി നിറച്ച കണ്ടെയ്നറിൽ അദ്ദേഹം ഒളിക്കാൻ തീരുമാനിച്ചു. പത്തായം, നമ്മുടെ പത്തായം പോലത്തെ അതിനകത്ത് അരി നിറച്ച് അതിനകത്ത് ഒളിക്കാൻ BK ഗഞ്ചു തീരുമാനിച്ചു. മുസ്ലിം അക്രമകാരികൾ ബോലോ തക്ബീർ വിളിച്ച് വരികയാണ്. വിശ്വസ്തനായ അയൽക്കാരനായ അന്യമതസ്ഥനായ സഹോദരനുള്ള വിശ്വാസം കൊണ്ട് അയാൾ അക്രമികൾ ഇവിടം വിടുമ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. തൊട്ടപ്പുറത്ത് താമസിക്കുന്ന മുസ്ലിമായ കൂട്ടുകാരനോട് സഹോദരനെ പോലെ കരുതുകയാണ്. അയാൾ പറഞ്ഞു, അക്രമികൾ വരുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് അരിപ്പെട്ടിക്കകത്ത് ഒളിക്കാം, അവർ പോയി കഴിയുമ്പോൾ ഇയാൾ എന്നെ ഒന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു. ആക്രമിക്കാൻ വരുന്നവൻ്റെ മതവും അയൽക്കാരൻ്റെ മതവും ഒന്നാണെന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, അയൽക്കാരന് തന്നോട് സ്നേഹമുണ്ടാകുമെന്നാണ് പാവം ഗഞ്ചു വിശ്വസിച്ചത്. ശത്രുവിനെ അന്വേഷിച്ചെത്തിയ തീവ്രവാദികൾക്ക് ഗഞ്ചു ഒളിച്ചിരിക്കുന്ന കണ്ടെയ്നർ കാണിച്ചു നൽകിയത് വിശ്വസ്തനായ ആ അയൽക്കാരൻ തന്നെയായിരുന്നു. ഗഞ്ചുവിനെ അയൽക്കാരൻ കാണിച്ചു നൽകിയ അതേ വഴി പിന്തുടർന്ന് ഭീകരവാദികൾ
കൊലപ്പെടുത്തി എന്നു മാത്രമല്ല, രക്തം കലർന്ന ഗഞ്ചുവിൻ്റെ അരി പച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് അരിപ്പെട്ടിയിൽ ഒളിച്ചിരുന്ന ഗഞ്ചുവിനെ അരിപ്പെട്ടിയിൽ വെച്ച് വെട്ടിക്കൊന്നിട്ട് ആ ചോര പുരണ്ട അരി ഗഞ്ചുവിൻ്റെ ഭാര്യയെ കൊണ്ട് കഴിപ്പിച്ചു. ചരിത്രത്തിലെ ആ അയൽക്കാരനാണ് മുന്ന നമ്പർ 1. ഇനി അടുത്ത മുന്നയെക്കുറിച്ച് പറയുകയാണ്. മോൺഗോമറി ബസാറിലെ ചായക്കടക്കാരനായിരുന്നു നിരഞ്ജൻ സിംഗ്. 15 വർഷം താൻ ദിവസവും ആസാം ചായ നൽകിയിരുന്ന ഒരു ചെറുപ്പക്കാരനായ തുകൽപ്പണിക്കാരൻ ഓഗസ്റ്റ് മാസത്തിലെ ആ പ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് അധികാരത്തോടെ കയറിയിരുന്നു. പതിവ് പോലെ അവനുള്ള ചായ കാച്ചാൻ തുടങ്ങിയ നിരഞ്ജനെ നോക്കി അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് പറ്റിന് ചായ കുടിച്ചിരുന്ന, കടമുള്ളതുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ആ ചെറുപ്പക്കാരൻ അലറി, കൊല്ലവനെ, കൊന്നു തള്ളവനെ. പാകിസ്ഥാൻ ആഗ്രഹിച്ച ഒരു പറ്റം മതഭ്രാന്തന്മാർ നിരഞ്ജൻ്റെ കടയിലേക്ക് ഇരച്ചു കയറി. സിംഗിനെ മർദ്ദിച്ച് കിടത്തി വാളുകൊണ്ട് അയാളുടെ വലതുകാൽ അറുത്തുമാറ്റി. ഒരു നിമിഷം കൊണ്ട് 90 തികഞ്ഞ അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അത് കണ്ടു നിന്ന മകനെയും അവർ വെട്ടിയരിഞ്ഞു. ബോധം പോകുന്നതിന് മുമ്പേ നിരഞ്ജൻ സിംഗ് അവസാനമായി കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതും ഞെട്ടിക്കുന്നതുമായിരുന്നു. പേടിച്ചു വിരണ്ട തൻ്റെ അച്ഛനെ വെട്ടിയിട്ട, സഹോദരനെ കൊന്നുകളഞ്ഞത് നേരിൽ കണ്ട ഞെട്ടലിൽ നിലവിളിക്കുന്ന 18 വയസ്സ് തികഞ്ഞ അദ്ദേഹത്തിൻ്റെ മകളെ താൻ 15 വർഷമായി ചായ കൊടുത്തു സ്നേഹിച്ച ആ മനുഷ്യൻ തോളിലേറ്റിക്കൊണ്ടു പോകുന്നതായിരുന്നു. ആ തുകൽപ്പണിക്കാരനാണ് മുന്ന നമ്പർ 2. തീർന്നില്ല. കാശ്മീരിലെ ദൂരദർശൻ ഡയറക്ടറായിരുന്നു ലാസ കൗൾ. സ്വന്തം കഠിനാധ്വാനവും കഴിവും കൊണ്ട് മാത്രം ഉയർന്ന പദവിയിലെത്തിയ വ്യക്തി. ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ വലയത്തിലുള്ള ഭവനത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ബമീനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അംഗവൈകല്യമുള്ള പിതാവിനെ കണ്ട് മടങ്ങവെയാണ് അദ്ദേഹത്തെ ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീടുള്ള അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ സംബന്ധമായ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തത് എന്ന് കണ്ടെത്തി. കൗളിൻ്റെ സഹപ്രവർത്തകനാണ് മുന്ന നമ്പർ 3. അടുത്തത്, ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു ഗിരിജ ടിക്കു. തൻ്റെ ശമ്പളം വാങ്ങാൻ വേണ്ടി കാശ്മീരിലെത്തിയ ഗിരിജയെ 4 അക്രമികൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗിരിജയുടെ കണ്ണുകൾ കെട്ടിയിരുന്നു. ഒരു ടാക്സിക്കാരിൽ ബന്ദിയാക്കിക്കൊണ്ട് കണ്ണുകെട്ടി അവളെ മാനഭംഗപ്പെടുത്തുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുവൻ്റെ ശബ്ദം ഗിരിജ തിരിച്ചറിഞ്ഞു. ഞെട്ടിത്തരിച്ച ആ പാവം യുവതി വേദനയും ദേഷ്യവും നിസ്സഹായതയും കലർന്ന സ്വരത്തിൽ ചോദിച്ചു, അസീസ് ചേത്തെ ചുഖ? അസീസ്, നീയും ഉണ്ടായിരുന്നോ? അവളെ കണ്ണു മൂടിക്കെട്ടി കാറിലിട്ട് ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി തൻ്റെ കൂട്ടുകാരനായ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന അസീസാണെന്ന്. അസീസെ, നീയും ഉണ്ടായിരുന്നോ ഇതിനെന്ന് ഗിരിജ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. പക്ഷേ അതിനവൾക്ക് കൊടുക്കേണ്ടിയിരുന്ന വില എന്താണെന്നറിയാമോ? കോളേജ് കാലങ്ങളിൽ കൂടെ സഹപാഠിയായിരുന്ന, ഒരിക്കൽ പോലും മതവിദ്വേഷത്തിൻ്റെ യാതൊരു കണി പോലും കാണിക്കില്ല എന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്ന അസീസ് തന്നെ അവൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ നിമിഷം അവളെ കൊണ്ടുപോയത് ഒരു മരം മുറി ഫാക്ടറിയിലേക്കായിരുന്നു. ജീവനോടെ അവളുടെ ശരീരം 2ആയി മുറിക്കുകയായിരുന്നു ആ സംഘം പിന്നെ ചെയ്തത്. പിൽക്കാലത്ത് ഈ സംഭവം ഒരഭിമാനമായി ഹിസ്ബുൽ മുജാഹിദിൻ്റെ നേതാവ് ഒരു ബന്ദിപ്പോറ നിവാസിയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അസീസാണ് 4ാമത്തെ മുന്ന. കമലഹാസന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ഹേ റാം. വിഭജന കാലത്ത് തൻ്റെ ഭാര്യയെ കാണാൻ അവരുടെ വസതിയിലെത്തിയ സാകേത് രാം കൽക്കത്തയുടെ തെരുവുകളിൽ രാത്രിയുടെ ഭീതിയിൽ പുറത്തുപോയി വരുമ്പോൾ കാണുന്നത് തൻ്റെ ഭാര്യയുടെ മുറി തല്ലിത്തകർക്കാൻ നോക്കുന്ന 4 മതമൗലികവാദികളെയാണ്. അവളെ പീഡിപ്പിക്കുന്ന, മാനഭംഗപ്പെടുത്തുന്ന, ഒടുവിൽ കത്തി കൊണ്ട് കഴുത്തറക്കുന്നവൻ അവളുടെ പഴയ തയ്യൽക്കാരനായിരുന്ന അൽത്താഫ് ആയിരുന്നു. ഞങ്ങളുടെ കാശ് വാങ്ങിച്ച് ഞങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നോടാ എന്ന് കമലഹാസന്റെ നായക കഥാപാത്രം ദയനീയതയോടെ ചോദിക്കുമ്പോൾ പുച്ഛത്തോടെ, കാമാസക്തിയോടെ സാകേത് റാമിൻ്റെ ഭാര്യയെ പ്രാപിക്കാനുള്ള തിരക്കിൽ അവർ അഭയം പ്രാപിച്ചിരുന്ന മുറി തകർക്കാൻ നോക്കുകയായിരുന്നു അൽത്താഫിൻ്റെ കഥാപാത്രം. അപർണയുടെ രക്തം കൈകളിലേക്ക് പടരുമ്പോഴാണ് സാകേത് രാം സാത്വികത വെടിയുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദു വർഗീയവാദിയാവുന്നത്. സ്വന്തം ഭാര്യയുടെ ചോര ഒഴുകി സ്വന്തം കൈപ്പറ്റിയിൽ പറ്റുമ്പോഴാണ് കമലഹാസന്റെ ആ കഥാപാത്രം ഇന്ന് നിങ്ങൾ വിളിക്കുന്ന ഹിന്ദു വർഗീയവാദിയായി മാറുന്നത്. അതുവരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു ഹേ റാമിലെ കമലഹാസന്റെ കഥാപാത്രം. ഈ ചിത്രത്തിൻ്റെ സെൻസറിങ് കാലത്ത്
ചിത്രത്തിൻ്റെ റഫറൻസ് കാണിക്കുവാനായി കമലഹാസൻ 100 കണക്കിന് പുസ്തകങ്ങളുടെ പേര് പറയുന്നുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. വിഭജനം മാത്രം പഠിച്ചവർക്ക് 100 അല്ല 100,000 സംഭവങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയും. സമൂഹത്തിന് ചുറ്റുമുള്ള മുന്നമാരുടെ ആദ്യകാല രൂപമാണ് കമലഹാസൻ ദൃശ്യവൽക്കരിച്ച അൽത്താഫ്. ഇന്നിപ്പോൾ കമലഹാസൻ അങ്ങനെ ഒരു സിനിമ എടുക്കുമെന്ന് ആലോചിച്ചാൽ അതിൻ്റെ ഉത്തരം വലിയ തമാശയാണ്. പൂർവികർ മുന്നമാരും അൽത്താഫുമാരുമായവരാണ് ആ ചളിപ്പും കുടിലതയും മറക്കുവാൻ സംഘികളുടെ തലയിൽ അത് ചാർത്തുന്നത്. ഗസ്നി മുതൽ ആരംഭിച്ച ഹിന്ദു കൂട്ടക്കൊലകളുടെ ചരിത്രം അറിയാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ കബളിപ്പിക്കാൻ അവരുടെ സംരക്ഷണത്തിന് നിൽക്കുന്ന സംഘപരിവാറാണ് മുന്ന എന്ന് കൂകി വിളിച്ചാൽ ആ നിഷ്കളങ്കർ വിശ്വസിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം ലക്ഷക്കണക്കിന് അൽത്താഫുമാരെയും മുന്നമാരെയും ഈ രാഷ്ട്രം സാക്ഷ്യം വഹിച്ചിട്ടും ഹിന്ദുക്കൾ ഇന്നും വർഗീയവാദികളായിട്ടില്ല. ഇതൊന്നും തിരിച്ചറിയാത്ത ഹിന്ദു സമൂഹത്തിന് മുന്നിൽ സംഘപരിവാറാണ് വില്ലൻ എന്ന് കാണിക്കാൻ അവർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന അവരുടെ തനി സ്വരൂപം മറയ്ക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് മുന്നാവിളികൾ. സ്വയം നിഴൽവെട്ടത്ത് ആ കിരീടം അണിയുന്നവർ അവർ തന്നെയാണ്. സംഘപരിവാർ വീണു എന്ന് ഉറപ്പാകുമ്പോൾ നിഴൽവട്ടത്ത് നിന്ന് അവർ വെളിച്ചത്തേക്ക് വരും. അവരുടെ ലക്ഷ്യവും തടസ്സവുമായി നിങ്ങൾ അവരുടെ കൂട്ടിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മുന്നമാർ അവരുടെ മാലിക്കിനെ വിളിക്കും. പക്ഷേ വരുന്നത് യഥാർത്ഥ മുന്നമാർ നിങ്ങളെ ഭയപ്പെടുത്തിയതുപോലെ ബാബ ബജരംഗിമാർ ആയിരിക്കില്ല. ഒരു ജിന്നയോ ഒരു സുഹ്രവർദ്ദിയോ ഒരു അൽത്താഫോ ഒരു അസീസോ ആയിരിക്കും. മുന്ന ആരാണെന്ന് ഇതിലേറെ ഭംഗിയായി പറയാനില്ല. മുന്ന എന്ന് വിളിക്കുന്നവർ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന കള്ളനെ പോലെയാണ്. ജോൺ ബ്രിട്ടാസെ, നിങ്ങൾക്കറിയാം മുന്ന ആരാണെന്ന്. നിങ്ങൾ മുന്നയുടെ പങ്കുപറ്റുന്നവരാണ്. കൃത്യമായൊരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ഏതായാലും സുരേഷ് ഗോപിയെ മുന്ന എന്ന് വിളിച്ച ജോൺ ബ്രിട്ടാസിനോട് നമുക്ക് ഈ പോസ്റ്റ് ഒന്ന് വായിക്കണമെന്നേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.